ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ഓഗസ്റ്റ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് നിങ്ങളുടെ സൺ സൈനിന് വേണ്ടിയിട്ട്, മൂൺ സൈനിന് വേണ്ടിയിട്ട്, അസെൻഡൻറ്റ് സൈനിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം എല്ലാത്തിലും എവിടെയെങ്കിലും അക്വേറിയസിൻ്റെ സൈൻ ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാം. അതല്ലാണ്ട് നിങ്ങളൊരു അക്വേറിയസിൻ്റെ കൂടെ ഡീൽ ചെയ്യേണ്ട വെച്ചാലും നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാം. അപ്പോൾ ഇത് മന്ത്ലി ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ അഡീഷണൽ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ അവിടെ മെസ്സേജ് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അക്വേറിയസ് എന്താണ് മെസ്സേജസ് വരണേ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ് എന്താണ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തിൻ്റെ മെയിൻ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. മെയിൻ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാരേജ്. അപ്പോൾ മാരേജിനെ കുറിച്ച് എന്തോ ഒരു കാര്യമുണ്ടാവും, എന്തോ ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്. ഇല്ല വെച്ചാൽ നിങ്ങൾ മാരേജിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത് ഈ മാസം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ മാരീഡ് അല്ല വെച്ചാൽ മേ ബി നിങ്ങൾ മാരേജിൻ്റെ കാര്യത്തിലാണ് എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പോണത്. അപ്പോൾ എന്താണ് ഇവിടെ വേറെ മെസ്സേജസ് വരണത്? ഡോഗ് പ്രൊട്ടക്ഷൻ ഫ്രം എ പവർഫുൾ ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കുറേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ മാസം. ഐനുണ്ട് സൈക്കിക് എബിലിറ്റി, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഇൻറ്റ്യൂഷൻ കുറേ സ്ട്രോങ് ആയിരിക്കും ഈ മാസം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് പവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ഇവിടെ ഫ്രൈങ് പാൻ ഉണ്ട്, ട്രബിൾ അക്യൂസേഷൻസ് ഉണ്ട്, ചില ഇഷ്യൂസ്, ചില ബ്ലോക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ മാസം. ക്രിബിനുണ്ട് ബർത്ത് ഓർ കൺസെപ്ഷൻ ഓഫ് എ ചൈൽഡ് ഓർ എൻ്റർപ്രൈസ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പ്രഗ്നൻ്റ് ആയിരിക്കാം. അപ്പോൾ ഡ്യൂ ഡേറ്റ് ഈ മാസമായിരിക്കാം. അതല്ല വെച്ചാൽ എന്തോ ഒരു പുതിയ ബിസിനസ് ഇല്ലൊരു പുതിയ ജോലി നിങ്ങൾ ഈ മാസം ഫൈനലൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അക്വേറിയസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 of Pentacles ആണ് ഓവറോൾ എനർജി. പാസ്റ്റിൽ 9 of Wands ഉണ്ട്. കറണ്ട് എനർജിയിൽ 6 of Swords. ഫ്യൂച്ചർ എനർജിയിൽ Knight of Pentacles. ചാലഞ്ച് പൊസിഷനിൽ നിങ്ങൾക്ക് 9 of Pentacles ആണ്. അഡ്വൈസ് ആയിട്ട് Queen of Swords ആണ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 of Swords ആണ്. ആൻഡ് ഔട്ട്കം ഇതാണ് ഈ കാർഡ്. അപ്പോൾ 2 of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം. അക്വേറിയസ് 2 of Pentacles ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. ഓക്കെ, ഈ മാസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ വരും. പറഞ്ഞാൽ ജോലിയിലും അത്ര പ്രഷർ ഉണ്ടാവും, വീട്ടിൻ്റെ കാര്യത്തിലും പ്രഷർ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടിയും നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ട് സമയം കിട്ടുന്നില്ല. അങ്ങനത്തെ എനർജി കാണാണ്ട് ഇവിടെ. അപ്പോൾ ഈ 2 of Pentacles 7 of Cupsൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യത്തിൽ യെസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കുറേ ഒരു ഡിസ്ട്രാക്റ്റഡ് എനർജിയാണ്. 10 of Cups ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കാണാണ്ട്, പക്ഷേ കൺഫ്യൂഷനും കുറേ ഉണ്ട്. അതിൽ ആ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതുമാത്രമല്ല ഈ മാസം
ടെംപ്റ്റേഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 9 ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. 9 ഓഫ് വാൻസ് ഇവിടെ ഞാൻ കാണുന്നത് കുറച്ചൊരു നിങ്ങളുടെ പാസ്റ്റിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ, അത് ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവുക എന്ന്. ഇവിടെ ഒരു ഫയർ സൈനെ കാണാണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. മനസ്സിലൊരു പേടിയുണ്ട്, നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഫ്യൂച്ചറിൽ ഉണ്ടാവുക എന്ന്. അപ്പോൾ കുറേ സ്ട്രെസ് ഉണ്ട്. ഇതൊരു റിലേഷൻഷിപ്പ് ആവാം, ജോലി ആവാം. പക്ഷേ കുറേ സ്ട്രെസ് ഉണ്ട്, എങ്സൈറ്റി ഉണ്ട്, കുറേ പേടിയുണ്ട്. ഞാൻ കാണുന്നത് കറണ്ട് എനർജിയിൽ 6 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷന് വിട്ടിട്ട് മുമ്പോട്ട് പോകണു. ഒരു പീസ്ഫുൾ സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എന്തോ ഒരു കാം വാട്ടേഴ്സിൻ്റെ എനർജിയിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു ടോക്സിക് എനർജി ഉണ്ടായിരുന്നു, ഒരു കുറേ അൺഹെൽതി റിലേഷൻഷിപ്പിൽ വെച്ചാൽ നിങ്ങൾ ജോലി ചെയ്യണ സ്ഥലം നല്ല സ്ഥലമായിരുന്നില്ല, പറഞ്ഞാൽ കുറേ ഒരു ടോക്സിക് വർക്ക് കൾച്ചറായിരുന്നു. അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റെബിലിറ്റിയിലേക്ക് പോകണു. നിങ്ങളുടെ സമയം കുറച്ചുകൂടിയും ഒരു സ്റ്റേബിൾ സമയമാണ് വരാൻ പോണത്. 3 ഓഫ് പെൻറ്റിക്കിൾസ്, എസ്പെഷ്യലി ഇത് ജോലിയുടെ കാര്യത്തിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തോ വിട്ടു പോകണു. അപ്പോൾ ജോലി വിടാനുള്ള പ്ലാൻ ആയിരിക്കും നിങ്ങളുടെ, അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് വിടാനുള്ള പ്ലാൻ ആയിരിക്കും. പക്ഷേ എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ പോണത് ഒരു നല്ല സ്റ്റേബിൾ ഡയറക്ഷനിലേക്കാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പുറമേ പോകാനുള്ള ചാൻസും ഉണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ കുറേ സ്ലോ മൂവിങ് എനർജിയാണ്, കുറേ ഹാർഡ് വർക്കൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. വേൾഡ് ഇപ്പോൾ നിങ്ങളൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണു, ഒരു ഡിസിഷൻ എടുക്കണു, എന്തോ ഒരു എൻഡിങ് ആയിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. 5 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ. ഇത് കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ്, കുറച്ചൊരു കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷന് വിട്ടിട്ട് മുമ്പോട്ട് പോകണു. ഒരു ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഇല്ല ഒരു ഫൈറ്റ്, ഇല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിൽ നിങ്ങളാണ് ജയിക്കണത്. നിങ്ങളാണ് എന്തോ ഒരു സക്സസ്ഫുള്ളി ഒരു പ്രോജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോണത്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയി പേഴ്സൻ്റെ എനർജിയാണ്. ഇത് ചാലഞ്ചായിട്ട് എന്താ കാണുന്നത്? 9 ഓഫ് കപ്സ് നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഇവിടെ കാണാണ്ട്. എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ വന്നിരിക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, കിങ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ഒരു ഡിവൈൻ മാച്ചാണ്. ഇത് നിങ്ങളുടെ ആക്ച്വലി ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എവിടെയോ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യണം എന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഒരു ലൈക്കിംഗ് ഉണ്ട്, ലവ് ഉണ്ട്. പക്ഷേ കമ്മിറ്റ്മെൻറ്റ് വരുമ്പോഴേക്കും അത് കുറച്ചൊരു ഇഷ്യൂ ആവുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്തോ ഒരു കാരണം കൊണ്ട്. നിങ്ങൾ മേ ബി ജോലിയിൽ അത്രയും ബിസി ആയിരിക്കും, ഓഫീസിൽ ബിസി ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സമയം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ മാസം. എന്നുവെച്ചാൽ അഡ്വൈസ് നിങ്ങളുടെ ക്വീൻ ഓഫ് സോഡ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയർലി കാര്യങ്ങൾ സംസാരിക്കാനാണ് പറയണത്, ഒരു ഡിസിഷൻ എടുക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് വേണോ വേണ്ടേ എന്ന് വിചാരിക്കേണ്ട വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയറായി ഒരു ഡിസിഷൻ എടുക്കാൻ പറയണു. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവിൽ. പക്ഷേ നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങൾ ക്ലിയറായിട്ട് വേണം സംസാരിക്കുക, പറയുക. നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സൊക്കെ ഓപ്പൺലി ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ. ഇവിടെ കുറച്ചൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു പേടിയുണ്ട്. നിങ്ങൾ ഈ കമ്മിറ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടി ഉണ്ടാവും. അത് മാത്രമല്ല പാസ്റ്റിൽ എന്തോ ഒരു റിജക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേടിയും ഉണ്ട്, അത് ഇത് വർക്കൗട്ട് ചെയ്യുമെന്ന്. അതല്ല വെച്ചാൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് പോയാൽ എനിക്ക് ഫ്യൂച്ചറിൽ ജോലി ചെയ്യാൻ പറ്റുമോ, എനിക്ക് കരിയറിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള പേടി മേ ബി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരണേ ഉള്ളൂ. 8 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ 8 ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണം. ഒരു മാർഗവും ഇല്ല, ഒരു വഴിയും ഇല്ല. ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് ഞാൻ പുറത്തു വരിക,
നൈറ്റ് ഓഫ് വോൺസ്. ഇവിടെ ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. 3 ഓഫ് സോഡ്സ് ഉണ്ട്. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ കാണുന്നത് ഒരു ഹാർട്ട് ബ്രേക്കാണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിലുള്ള പേടി, മേ ബി നിങ്ങളുടെ പാസ്റ്റിലൊരു പേഴ്സൺ കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിലൊരു വേറെ ഒരു പേഴ്സൺ ഉണ്ട്, ഒരു ജെന്വിൻ പേഴ്സൺ ഉണ്ട്. പക്ഷേ അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൻ്റെ പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും കാണാണ്ട്. എന്താണ് ഔട്ട്കം ഇവിടെ? ഔട്ട്കം നിങ്ങൾക്ക് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ ആക്ച്വലി കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പൊക്കെ അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല ഈ മാസം. ഓക്കെ, നിങ്ങൾ അതിലല്ല കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത് നിങ്ങളുടെ കരിയറുടെ ത്രൂ ആണ്. അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ സക്സസ്സും ഞാൻ കാണുന്നത്. നിങ്ങൾ കുറേ ഒരു എന്താ പറയുക, ഫെയിമും പോപ്പുലാരിറ്റി അവിടെയാണ്, റെക്കഗ്നിഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെയാണ്. സ്റ്റാർ ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പാസ്റ്റ് ഇഷ്യൂസിനെയൊക്കെ ഹീൽ ചെയ്യാനാണ് പറയണത്. എസ്പെഷ്യലി ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ അതിനൊക്കെ ഹീൽ ചെയ്യുക, അതിലൊക്കെ ഫോക്കസ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു ലവ് റിലേഷൻഷിപ്പ് ഇതൊരു ഡിവൈൻ പെയറാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡിവൈൻ പെയർ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പൊക്കെ വരുന്നത് കുറേ റെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടിയും മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ബ്ലോക്ക് ഉണ്ട്, അതിനെ മാറ്റണം. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഹീലിംഗ് പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, മേ ബി ഒരു കൗൺസിലറിനെ മീറ്റ് ചെയ്യുക, ഇല്ല വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെയൊക്കെ സ്പിരിച്വലി, ഇല്ല വെച്ചാൽ റിലീജിയസ് കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങളുടെ ഡിസിഷനാണ്. പക്ഷേ അതിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇല്ല വെച്ചാൽ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവോയ്ഡിങ് എനർജിയിലായിരിക്കും, ഒരു ബ്ലോക്ക്ഡ് എനർജിയിലായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് അക്വേരിയസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.